എന്റെ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, ഇന്ന് നീ ഈ സന്ദേശം കേൾക്കുന്നത് വെറുമൊരു യാദൃച്ഛികതയല്ല. ഒരുപക്ഷേ ജീവിതത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് നീ തളർന്നിരിക്കുകയാവാം. എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ നീ പകച്ചു നിൽക്കുന്നുണ്ടാവാം. എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നീ പലതവണ ചോദിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അത് നിന്റെ തകർച്ചയ്ക്കല്ല, മറിച്ച് നിന്റെ വലിയൊരു വളർച്ചയ്ക്കായി ഞാൻ കരുതിവെച്ച കൃത്യമായ ഇടമാണ്. നിന്റെ ഹൃദയം തുറക്കുക, ഈ സത്യം നീ തിരിച്ചറിയുക. ജീവിതത്തിലെ ചില നിമിഷങ്ങൾ യാദൃച്ഛികമായി സംഭവിക്കുന്നതാണെന്ന് നിനക്ക് തോന്നാം. എന്നാൽ മറ്റു ചില നിമിഷങ്ങളിൽ എല്ലാം കൃത്യമായ ഒരു ക്രമത്തിൽ വന്നുചേരുന്നത് നീ തിരിച്ചറിയും. നിന്റെ ഓരോ ചുവടും, ഓരോ പോരാട്ടവും, ഓരോ വിജയവും, ഓരോ പരീക്ഷണങ്ങളും, അവയെല്ലാം ഒരു വലിയ ദൈവീക പദ്ധതിയുടെ ഭാഗങ്ങളാണ്. നിന്റെ ജീവിത ലക്ഷ്യം വളരാൻ അനുയോജ്യമായ കൃത്യമായ ഇടത്താണ് ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത് എന്ന സത്യം വഴിതെറ്റിയെന്നോ ദിശ അറിയില്ലെന്നോ ഭയപ്പെടുന്ന ഏതൊരാളുടെയും ഉള്ളിൽ ആഴത്തിൽ സ്പർശിക്കുന്ന ഒന്നാണ്. നാം ഈ ജീവിതത്തിലൂടെ ലക്ഷ്യമില്ലാതെ അലഞ്ഞുതിരിയുകയല്ലെന്നും, മറിച്ച് നമ്മുടെ ഓരോ സാഹചര്യവും, ഓരോ സംഭവവും, ഓരോ കൂടിക്കാഴ്ചയും, എന്തിനധികം ഓരോ തടസ്സങ്ങൾ പോലും നമ്മുടെ വളർച്ചയ്ക്കും ലക്ഷ്യത്തിനും പൂർത്തീകരണത്തിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ദൈവീക പദ്ധതിയുടെ ഭാഗമാണെന്നും ഇത് നമ്മോട് പറയുന്നു. വെല്ലുവിളികൾക്കും തടസ്സങ്ങൾക്കും മധ്യേ നിൽക്കുമ്പോഴോ മുന്നോട്ടുള്ള വഴി വ്യക്തമല്ലാത്തപ്പോഴോ ഇത് കാണാൻ പ്രയാസമായിരിക്കാം. എന്നാൽ നീ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ, നീ ആരായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിച്ചുവോ ആ നിലയിലേക്ക് നിന്നെ എത്തിക്കാൻ അവൻ എത്ര തന്ത്രപരമായാണ് നിന്നെ നയിച്ചതെന്ന് നിനക്ക് മനസ്സിലാകും. നിനക്ക് സംശയങ്ങൾ തോന്നുമ്പോഴും വഴിതെറ്റിയെന്ന് തോന്നുമ്പോഴും ദൈവം തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുകയാണ്. നിന്നെ ഒരുക്കുകയും രൂപപ്പെടുത്തുകയും നിന്റെ വിളിയുടെ പൂർണ്ണതയിലേക്ക് നിന്നെ എത്തിക്കാൻ കൃത്യമായ സ്ഥാനത്ത് നിന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ആദ്യമൊക്കെ പ്രയാസകരമോ അസ്വസ്ഥതയുണ്ടാക്കുന്നതോ ഇഷ്ടപ്പെടാത്തതോ ആയ സാഹചര്യങ്ങളിൽ നീ അകപ്പെട്ട നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ഒരുപക്ഷെ അന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാക്കില്ല. നീ എന്തിനാണ് അവിടെ എത്തിയതെന്ന് പോലും നീ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ അനുഭവങ്ങൾ നിന്റെ വളർച്ചയ്ക്ക് എത്രത്തോളം സഹായിച്ചുവെന്ന് ഇപ്പോൾ നിനക്ക് കാണാം. മറ്റൊരു വിധത്തിലും പഠിക്കാൻ കഴിയാത്ത പാഠങ്ങൾ അവ നിന്നെ പഠിപ്പിച്ചു. ഇന്ന് നീ മുന്നോട്ടു പോകുമ്പോൾ നിന്റെ കൂടെയുള്ള കരുത്തും ആത്മവിശ്വാസവും ജ്ഞാനവും അവ നിനക്ക് നൽകി. ഈ നിമിഷങ്ങൾ വെറും യാദൃച്ഛികമായ സംഭവങ്ങളല്ല, മറിച്ച് നിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഒരു വിത്തിന്റെ കഥ ചിന്തിക്കുക. ഒരു വിത്ത് മണ്ണിൽ പാകപ്പെടുമ്പോൾ അത് ഇരുട്ടിൽ അടക്കം ചെയ്യപ്പെടുകയും അനിശ്ചിതത്വത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുകയും വേണം. ആ ഇരുട്ടിലും കാത്തിരിപ്പിലുമാണ് അത് വളരാൻ തുടങ്ങുന്നത്. മണ്ണ് അതിന് പോഷണം നൽകുന്നു, വെള്ളം ജീവൻ നൽകുന്നു. ആദ്യം ആ വിത്തിന് അത് കാണാൻ കഴിയില്ലെങ്കിലും അതിന് ചുറ്റുമുള്ള പരിസ്ഥിതി അതിന്റെ സാധ്യതകളെ വളർത്തുകയാണ്. അദൃശ്യമായ ആ വളർച്ചയുടെ കാലത്തിനു ശേഷം മാത്രമാണ് വിത്ത് ഉപരിതലത്തിലേക്ക് വരുന്നത്. അത് പുതിയ ഒന്നായി, മനോഹരമായ ഒന്നായി മാറുന്നു. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. ഇരുട്ടോ പ്രയാസമോ എന്ന് തോന്നിക്കുന്ന ചുറ്റുപാടുകളിൽ നാം പലപ്പോഴും അകപ്പെടാറുണ്ട്. എന്നാൽ ആ ഇടങ്ങളിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. അവൻ നമ്മെ വളർത്തുന്നു. നാം ഒരു ദിവസം പൂർണ്ണമായും തിരിച്ചറിയാൻ പോകുന്ന ആ വലിയ ലക്ഷ്യത്തിനായി നമ്മെ ഒരുക്കുന്നു. ദൈവീകമായ വിളി പൂർത്തിയാക്കിയ മഹത് വ്യക്തികളുടെ ജീവിതം നോക്കിയാൽ അവരുടെ യാത്രകളും പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു എന്ന് കാണാം. ആ പ്രയാസങ്ങൾ അവരുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കാനും കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്താനും അവരുടെ വിളിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ആവശ്യമായ കരുത്തു നൽകാനും സഹായിച്ചു. ബൈബിളിലെ ജോസഫിന്റെ കഥ ഉദാഹരണമായി എടുക്കാം. സ്വന്തം സഹോദരങ്ങൾ അവനെ അടിമയായി വിറ്റു, അന്യായമായി തടവിലാക്കപ്പെട്ടു. എങ്കിലും അവൻ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. തന്റെ സാഹചര്യങ്ങൾ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് അവൻ വിശ്വസിച്ചു. അവന്റെ യാത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ ജനതകളെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കാനും സ്വന്തം കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിക്കാനുമുള്ള ദൈവത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അവൻ എവിടെയായിരിക്കണോ അവിടെ എത്താൻ ആ അനുഭവങ്ങൾ ആവശ്യമായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ കാലഘട്ടങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നത് എന്ന സത്യത്തിന് ജോസഫിന്റെ കഥ ഒരു തെളിവാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പോരാട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നു വരില്ല. പക്ഷേ കാണാൻ കഴിയാത്തപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം പ്രയാസങ്ങളിലൂടെയോ അനിശ്ചിതത്വത്തിലൂടെയോ കടന്നുപോകുന്നു എന്നതിനർത്ഥം നാം തെറ്റായ വഴിയിലാണെന്നല്ല. വാസ്തവത്തിൽ നമ്മുടെ യാത്രയിലെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരുക്കമായിരിക്കാം അത്. ഈ സമയങ്ങളിൽ വിശ്വാസത്തോടെ ഇരിക്കുക എന്നതും ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് മാത്രമല്ല,
അവനെല്ലാം നമ്മുടെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നുവെന്ന് വിശ്വസിക്കുക എന്നതുമാണ് വെല്ലുവിളി. മറ്റൊരു പ്രധാന കാര്യം, ദൈവം നമ്മെ ഒരു സാഹചര്യത്തിലും വെറുതെയാക്കുന്നില്ല എന്നതാണ്. നമ്മുടെ ലക്ഷ്യം വെളിപ്പെടാൻ ശരിയായ സമയത്ത് എവിടെയായിരിക്കണോ അവിടെ തന്നെയാണ് അവൻ നമ്മെ എത്തിക്കുന്നത്. ഇതിനർത്ഥം വഴിയിൽ നാം കണ്ടുമുട്ടുന്ന ആളുകളും നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങളും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും എല്ലാം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്നാണ്. നമ്മുടെ വിധി നമ്മൾ തന്നെയാണ് നിയന്ത്രിക്കുന്നതെന്ന് കരുതാൻ എളുപ്പമാണ്. നമ്മുടെ യാത്രയിൽ നമുക്ക് ഒരു പങ്കുണ്ടെന്നത് സത്യമാണെങ്കിലും ദൈവം സർവാധിപനാണെന്ന് ഓർക്കുന്നത് പ്രധാനമാണ്. അവന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ നമ്മെ സഹായിക്കുന്ന ശരിയായ സാഹചര്യങ്ങളിലും ശരിയായ ആളുകൾക്കൊപ്പവും ശരിയായ സമയത്തു നമ്മെ എത്തിക്കാൻ അവന് വഴികളുണ്ട്. നിന്റെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം കൃത്യമായി വന്നുചേർന്ന നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒരുപക്ഷേ നിനക്ക് ആവശ്യമുള്ള വഴികാട്ടൽ നൽകാൻ കഴിയുന്ന ഒരാളെ നീ കൃത്യസമയത്ത് കണ്ടുമുട്ടിയിരിക്കാം. അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനകൾക്കുള്ള നേരിട്ടുള്ള മറുപടിയായി ഒരു അവസരം നിനക്ക് ലഭിച്ചിരിക്കാം. ഈ നിമിഷങ്ങൾ യാദൃശ്ചികമല്ല, അവ ദൈവീകമായ ഇടപെടലുകളാണ്. നിന്റെ ലക്ഷ്യം വെളിപ്പെടാൻ നീ എവിടെയായിരിക്കണമോ അവിടെ ദൈവം നിന്നെ കൃത്യമായി എത്തിക്കുകയാണ്. ചിലപ്പോൾ നാം തയ്യാറാകാത്ത സാഹചര്യങ്ങളിലോ നമുക്ക് താങ്ങാൻ കഴിയാത്ത ഇടങ്ങളിലോ ദൈവം നമ്മെ ആക്കിയേക്കാം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയുടെ മനോഹാരിത എന്നത് അവൻ നമ്മെ എന്തിലേക്ക് വിളിക്കുന്നുവോ അതിനായി നമ്മെ സജ്ജനാക്കുന്നു എന്നതാണ്. ഒരു കുശവൻ കളിമണ്ണിനെ രൂപപ്പെടുത്തുന്നതുപോലെ അവൻ നമ്മെ രൂപപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും അവന്റെ ലക്ഷ്യത്തിന് അനുയോജ്യമായ പാത്രങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. നാം ആ പ്രക്രിയയെ എതിർക്കുകയോ അല്ലെങ്കിൽ വേഗത്തിൽ മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയോ ചെയ്താൽ ദൈവം നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാഠങ്ങളും വളർച്ചയും നമുക്ക് നഷ്ടമായേക്കാം. എന്നാൽ നമ്മൾ അവന്റെ സമയത്തിന് കീഴടങ്ങുകയും അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവന് അറിയാമിയാമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ എല്ലാം എങ്ങനെയാണ് ശരിയായ രീതിയിൽ വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ തയ്യാറല്ലെന്ന് തോന്നുന്ന അപരിചിതമായ ഇടങ്ങളിൽ ദൈവം നമ്മെ എത്തിക്കാറുണ്ട്. എങ്കിലും ഈ നിമിഷങ്ങളാണ് പലപ്പോഴും ഏറ്റവും വലിയ വളർച്ചയിലേക്ക് നയിക്കുന്നത്. ദൈവം എപ്പോഴും നമ്മെ സുഖസൗകര്യങ്ങളിലേക്കും സുരക്ഷിതത്വത്തിലേക്കും വിളിക്കണമെന്നില്ല. ചിലപ്പോൾ അപകടസാധ്യതകൾ ഏറ്റെടുക്കാനും അജ്ഞാതമായതിലേക്ക് ചുവടുവെക്കാനും നമ്മുടെ കഴിവുകൾക്ക് അപ്പുറമുള്ള വെല്ലുവിളികളെ നേരിടാനും അവൻ നമ്മെ വിളിക്കും. എന്നാൽ ആ നിമിഷങ്ങളിലാണ് നമുക്കുണ്ടെന്ന് നാം അറിയാത്ത കരുത്തും നാം സങ്കൽപ്പിക്കാത്ത പ്രതിരോധശേഷിയും ആഴമേറിയ വിശ്വാസവും നാം കണ്ടെത്തുന്നത്. സത്യത്തിൽ വളരാൻ നമുക്ക് എന്താണ് വേണ്ടതെന്ന് പലപ്പോഴും നമുക്കറിയില്ല. സന്തോഷമോ സുഖമോ വിജയമോ നൽകുന്ന കാര്യങ്ങളെന്താണെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ നമുക്ക് കൃത്യമായി എന്താണ് വേണ്ടതെന്ന് ദൈവത്തിനറിയാം. നമ്മെ പരുവപ്പെടുത്താനും രൂപപ്പെടുത്താനും ഒടുവിൽ നമ്മുടെ ലക്ഷ്യം വളരുന്നിടത്ത് എത്തിക്കാനും ആവശ്യമായ ശരിയായ സ്ഥലം, ശരിയായ ആളുകൾ, ശരിയായ അനുഭവങ്ങൾ എന്നിവ അവനറിയാം. ഇത് വിശ്വാസത്തിന്റെയും കീഴടങ്ങലിന്റെയും യാത്രയാണ്. നാം ജീവിതത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഇനിയും കൂടുതൽ വെല്ലുവിളികളും അപ്രതീക്ഷിത തിരിവുകളും ഉണ്ടായേക്കാം. എന്നാൽ നല്ല സമയങ്ങളിൽ മാത്രമല്ല, താഴ്വരകളിലും ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് ഓർക്കുന്നത് നമുക്ക് ആശ്വാസം നൽകും. നമ്മുടെ പോരാട്ടങ്ങളിലും തടസ്സങ്ങളിലും വഴിതെറ്റിയെന്ന് തോന്നുന്ന നിമിഷങ്ങളിലും അവൻ കൂടെയുണ്ട്. അതിലൂടെയെല്ലാം നമ്മുടെ ലക്ഷ്യം വെളിപ്പെടാൻ നാം എവിടെയായിരിക്കണമോ അവിടെ അവൻ നമ്മെ എത്തിക്കുന്നു. അതിനാൽ അടുത്ത തവണ നീ ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ അകപ്പെടുമ്പോൾ അല്ലെങ്കിൽ അനിശ്ചിതമായ ഒരു ഭാവി നേരിടുമ്പോൾ ഇതോർക്കുക. നിന്റെ ലക്ഷ്യം വളരുന്ന കൃത്യമായ ഇടത്താണ് ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. ഈ പ്രക്രിയയിൽ വിശ്വസിക്കുക. നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. വെല്ലുവിളികൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കുക. വിത്ത് മണ്ണിൽ വളരുന്നതുപോലെ നീയും നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ വളർത്തപ്പെടുകയാണ്. എന്നാൽ ശരിയായ സമയത്ത് നിന്റെ അധ്വാനത്തിന്റെ ഫലം നീ കാണും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു നീങ്ങുക. ദൈവം നിന്റെ ഓരോ ചുവടിലും കൂടെയുണ്ടെന്നും നിന്റെ ലക്ഷ്യം വളരുന്ന ആ ഇടം നീ വിചാരിക്കുന്നതിനേക്കാൾ അടുത്താണെന്നും തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചെറിയ കാര്യങ്ങളിലും ദൈവത്തിന്റെ കൈകളുണ്ട്. പലപ്പോഴും സമയത്ത് നമുക്ക് അത് പൂർണ്ണമായും മനസ്സിലായെന്നു വരില്ല. ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും വലിയ ആശ്വാസമെന്നത് ദൈവം തന്റെ പ്രവർത്തികളിൽ യാദൃശ്ചികമോ ബന്ധമില്ലാത്തവനോ അല്ല എന്നതാണ്. അവൻ ഉദ്ദേശ്യത്തോടെയാണ് നമ്മെ ഓരോ സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലും ബന്ധങ്ങളിലും ശരിയായ സമയത്ത് ആക്കുന്നത്. ഈ ദൈവീകമായ ഇടപെടൽ ഭാഗ്യമോ യാദൃശ്ചികതയോ അല്ല, മറിച്ച് നമ്മുടെ വളർച്ചയ്ക്കും പൂർത്തീകരണത്തിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രയാസകരമായതോ വേദനാജനകമായതോ ആയവ,
എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നാം അത്ഭുതപ്പെട്ടേക്കാം. ഈ നിമിഷങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കാം, നിരാശപ്പെടുത്താം. നാം വഴിതെറ്റിയെന്നോ ജീവിതം വെറുതെ വെല്ലുവിളികൾ നൽകുകയാണെന്നോ നമുക്ക് തോന്നാം. എന്നാൽ ഈ നിമിഷങ്ങളും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അവൻ നമ്മെ ശരിയായ സമയത്ത് ശരിയായ ഇടത്താക്കുന്നത് പിന്നീട് മാത്രം വ്യക്തമാകുന്ന കാരണങ്ങളാലാണ്. നിന്റെ ജീവിതത്തിലെ വിവിധ കാലഘട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒരുപക്ഷെ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലോ സാഹചര്യങ്ങളിലോ ആയിരുന്നിട്ടുണ്ടാകാം. നീ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ജോലിയിലോ ബന്ധത്തിലോ സ്ഥലത്തോ നീ അകപ്പെട്ടിട്ടുണ്ടാകാം. ആദ്യം അത് അർത്ഥശൂന്യമായി തോന്നിയേക്കാം. എന്നാൽ കാലക്രമേണ ആ അനുഭവങ്ങളിൽ നിന്ന് മാത്രം നിനക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് നീ തിരിച്ചറിയാൻ തുടങ്ങും. ഒരുപക്ഷെ നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നീ വളർന്നിരിക്കാം. നിന്റെ ലോകവീക്ഷണത്തെ മാറ്റിയ പാഠങ്ങൾ നീ പഠിച്ചിരിക്കാം. അല്ലെങ്കിൽ നിന്റെ യാത്രയിലെ പ്രധാന വ്യക്തികളെ നീ അവിടെ വെച്ച് കണ്ടുമുട്ടിയിരിക്കാം. ഇതെല്ലാം ദൈവത്തിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു. നിനക്ക് അന്ന് അത് മനസ്സിലായില്ലെങ്കിലും അവൻ നിന്നെ അവിടെ എത്തിച്ചത് നീ അവിടെ ആയിരിക്കണമെന്ന് അവനറിയാമായിരുന്നു എന്നതുകൊണ്ടാണ്. ശരിയായ സമയത്ത് ശരിയായ സാഹചര്യങ്ങളിൽ നമ്മെ എത്തിക്കാനുള്ള ദൈവത്തിന്റെ കഴിവ് അവൻ സമയത്തിനോ സ്ഥലത്തിനോ അപ്പുറമാണെന്ന തിരിച്ചറിവുമായി ബന്ധപ്പെട്ടിരിക്കും. നാം ജീവിതത്തെ ഓരോ നിമിഷങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നതും അനുഭവിക്കാൻ കഴിയുന്നതുമായി കാണുമ്പോൾ ദൈവം വളരെ വലിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ അവനറിയാം. അവൻ നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ രൂപം കാണുന്നു. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ പ്രവർത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഒരു അധ്യായം മാത്രം നോക്കി നാം എങ്ങനെ ഇവിടെ എത്തിയെന്ന് നാം അത്ഭുതപ്പെട്ടേക്കാം. അതുകൊണ്ട് എന്റെ മകനേ മകളെ, നിന്റെ തല ഉയർത്തുക. ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടരുത്. നീ ഇപ്പോൾ കടന്നുപോകുന്ന ഇരുട്ട് നിന്നെ ശ്വാസം മുട്ടിക്കാനല്ല, മറിച്ച് ഒരു വിത്തിനെപ്പോലെ നിന്നെ മുളപ്പിക്കാനാണ്. എന്റെ കൈകൾ നിന്റെ ഓരോ ചുവടിനെയും താങ്ങുന്നുണ്ട്. നിനക്ക് മനസ്സിലാകാത്ത വഴികളിലൂടെ പോലും ഞാൻ നിന്നെ നിന്റെ മഹത്തായ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടെ മുന്നോട്ട് മറക്കുക. നിന്റെ പ്രകാശം പരക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ നിന്നോടൊപ്പമുണ്ട് ലോകാവസാനത്തോളം. സമാധാനത്തോടെ ഇരിക്കുക.